അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എയർപോർട്ടിലെത്തി ബോഡി പാസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനും ഐസും മാത്രമാണ് കേട്ടോ തിരിച്ച് നാട്ടിലോട്ട് പോണത്. ഷെജറി പിന്നെ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഉള്ളിലോട്ട് വന്നതാണ്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 1.5 പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ലഗേജിന്റെ ഒരു ചെറിയ ഇഷ്യൂ കാരണം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് തന്നെ മിസ്സായിട്ടോ. ഈ ഒരു ഷോർട്സ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ വേറെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട്. കുറച്ചധികം ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഖത്തർ ടു ഷാർജയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഷാർജയിൽ വെയിറ്റിംഗും ഉണ്ടായിരുന്നു കേട്ടോ. ഷാർജയിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 hours ഒക്കെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. എന്നിട്ടാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഷാർജ ടു കൊച്ചിയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടതൊക്കെ ഖത്തർ എയർപോർട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നുണ്ടെങ്കിൽ 2 hours ഒക്കെ ടൈം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഷാർജയിൽ എത്താൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിലൊന്നും ഇരുന്ന് സെറ്റായി വന്നപ്പോഴേക്കും ലാൻഡ് ചെയ്യേണ്ട ടൈമും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഷാർജയിൽ എത്തി ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ ഒരു ബസ്സിലാണ് കേട്ടോ ഷാർജ എയർപോർട്ടിലേക്ക് പോയത്. ഷാർജ എയർപോർട്ടിൽ പിന്നെ കുറച്ചധികം വെയിറ്റിംഗ് ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഐസ് പിന്നെ അധികം അതിൽ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതാ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ഇതാ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറുകയാണ് കേട്ടോ. വീഡിയോയിലെല്ലാം വളരെ പെട്ടെന്നാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫൈനലി കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.